രാഷ്ട്രീയ റാലികളിലെ വൈകാരിക നിമിഷങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളെ മുൻനിർത്തിയുള്ളവ, ജനശ്രദ്ധ ആകർഷിക്കുവാൻ കാലാകാലങ്ങളായി ഉപയോഗിക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഒരേ രീതിയിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് സ്വാഭാവികമായ വികാര പ്രകടനമാണോ അതോ കൃത്യമായ സ്ക്രിപ്റ്റ് അനുസരിച്ചുള്ളതാണോ എന്ന ചോദ്യം ഉയരുന്നത് സ്വാഭാവികമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇമേജ് ബിൽഡിംഗ് എന്നത് വലിയൊരു വ്യവസായമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭരണാധികാരികളുടെ കരുണാമയൻ എന്ന പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്നത്. നരേന്ദ്രമോദിയുടെ റാലികളിൽ സമീപകാലത്തായി നാം കണ്ടുവരുന്ന ചില സംഭവ വികാസങ്ങൾ ഇതിന്റെ ഭാഗമാണെന്ന വിമർശനം ശക്തമാണ്. ആവർത്തനങ്ങളിലെ സാമ്യം യാദൃശ്ചികമാണോ ആസൂത്രിതമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ ഈ കാണുന്ന ചിത്രം 2024 ബംഗാളിലെ ഹൗറയിൽ നടന്ന ലോക്സഭ റാലിയിൽ നിന്നുള്ളതാണ്. പെൺകുട്ടികൾ ചിത്രം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. സുരക്ഷാ ഭടന്മാർ വഴി മോദി ചിത്രം സ്വീകരിക്കുമ്പോൾ പെൺകുട്ടികൾ വികാരഭരിതയാകുന്നു. ഈ ഒരു ചിത്രം 2025 സെപ്റ്റംബറിലേതാണ്. ഗുജറാത്തിലെ ഭവനഗറിൽ നടക്കുന്ന റാലിക്കിടയിൽ ഒരു 13-കാരൻ പയ്യൻ മോദിയുടെ ചിത്രം ഉയർത്തിപ്പിടിക്കുന്നു. പതിവ് പോലെ സെക്യൂരിറ്റി വന്നത് വാങ്ങിക്കുകയും പയ്യൻ പൊട്ടിക്കരയുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു ചിത്രമാകട്ടെ വളരെ പേരുകേട്ട അഭിനയ മുഹൂർത്തം ഉള്ളതായിരുന്നു. സൂറത്തിൽ നടക്കുന്ന റാലിയിലാണ് ഈ ഒരു അഭിനയ മുഹൂർത്തം സംഭവിച്ചത്. ഇതിൽ അഭിനയിക്കുന്ന പയ്യൻ തനിക്കാവുന്ന വിധമൊക്കെ വികാരഭരിതനാകുന്നുണ്ട്. കൈകളും ചുണ്ടുകളും വിറയ്ക്കുന്നുണ്ട്. ഒടുവിൽ പതിവ് പോലെ കരുണാമയൻ മോദി ആ ചിത്രം കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. അതിൽ ഒപ്പിട്ട് തിരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഇനി നമുക്കെല്ലാം സുപരിചിതമായ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നൊരു ചിത്രം കാണാം. കേരളത്തിൽ താമര വിരിയിക്കുവാൻ വന്ന മോദിയുടെ റാലിയിൽ പതിവ് പോലെ ആസൂത്രണം ചെയ്തതനുസരിച്ച് ഒരു പയ്യൻ ചിത്രം പൊക്കിപ്പിടിക്കുന്നു. മോദി തുടർന്ന് കാണിക്കുന്ന അഭിനയം കഥകളി കണ്ട് പരിചയമുള്ള, കഥകളറിഞ്ഞ് ആട്ടം കണ്ട് ശീലമുള്ള മലയാളി വെറുതെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ബംഗാളിലെ ഹൗറ മുതൽ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയം വരെ നീളുന്ന റാലികളിൽ നാം കണ്ടത് ഒരേ ഫോർമുലയിലുള്ള വൈകാരിക മുഹൂർത്തങ്ങളാണ്. തിരക്കിനിടയിൽ നിന്ന് ഒരു കുട്ടി പ്രധാനമന്ത്രിയുടെ ചിത്രം കൈകളിലേന്തി നിൽക്കുന്നു. പ്രധാനമന്ത്രിയുടെ ആവശ്യപ്രകാരം സുരക്ഷാ ഉദ്യോഗസ്ഥർ ചിത്രം വാങ്ങുന്നു. കുട്ടി വികാരാധീനനായി കരയുന്നു. മോദി ആശ്വസിപ്പിക്കുകയോ ചിത്രം സ്വീകരിച്ച് കുട്ടിയെ അനുഗ്രഹിക്കുകയോ ചെയ്യുന്നു. ഭരണാധികാരികൾക്ക് കുട്ടികളുള്ള വാത്സല്യവും സാധാരണക്കാർക്ക് അദ്ദേഹത്തോടുള്ള ആരാധനയും ഒരേ സമയം ദൃശ്യവൽക്കരിക്കുക എന്നത് മാത്രമാണ് ഇതിന്റെ ഗൂഢലക്ഷ്യം. തിരുവനന്തപുരത്തെ കാഴ്ചയും മലയാളിയുടെ ബോധ്യവും ഗുജറാത്തിലും ബംഗാളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത്തരം പ്രകടനങ്ങൾ വലിയ ചർച്ചയാകുമെങ്കിലും കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണ്. രാഷ്ട്രീയ ബോധവും വിമർശനാത്മക ചിന്തയുമുള്ള മലയാളിക്ക് ഇത്തരം കഥകളികൾ പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. ഒരേ തന്ത്രം ആവർത്തിക്കുമ്പോൾ അതിന്റെ പുതുമ നഷ്ടപ്പെടുകയും അതൊരു പരിഹാസ വിഷയമായി മാറുകയും ചെയ്യുന്നു എന്നതാണ്. ഈ ചിത്രം പൊക്കിപ്പിടിക്കൽ തന്ത്രം വിജയിച്ചാൽ അത് മറ്റ് നേതാക്കളും അനുകരിക്കുവാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത്തരം വിഷ്വലുകൾ പെട്ടെന്ന് വൈറലാകുമെങ്കിലും അവയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. യഥാർത്ഥ ജനകീയത എന്നത് ഇത്തരം ആസൂത്രിത നാടകങ്ങളിലൂടെയല്ല, മറിച്ച് ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെയാണ് ഓരോ വ്യക്തിയും ജനകീയനാകേണ്ടത്.